മലയാളികളാണെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടില്ലാത്തവരെ കാണണമെങ്കിൽ വയനാട്ടിലെ നമ്പ്യാർകുന്നിലേക്ക് പോയാൽ മതി. ഇവിടെ റോഡിന് ഒരു വശം കേരളവും മറുഭാഗം തമിഴ്നാടുമാണ്. അതിർത്തിക്കപ്പുറത്തുള്ള ഗ്രാമങ്ങളിൽ അധികവും മലയാളികൾ തന്നെയാണ് താമസം. നമ്പ്യാർകുന്നിലെ ഓട്ടോ സ്റ്റാൻഡാണിത്. നെന്മേനി പഞ്ചായത്തിന്റെ പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾ ഓടുന്ന ഓട്ടോ സ്റ്റാൻഡ്. പക്ഷെ നമ്പ്യാർകുന്നിൽ ഈ ഒരു ഓട്ടോ സ്റ്റാൻഡ് മാത്രമല്ല ഉള്ളത്. ഈ റോഡിന്റെ അപ്പുറം വേറൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അത് പക്ഷേ തമിഴ്നാട് ഓട്ടോറിക്ഷകളാണ്. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. ഞാൻ ഈ നിൽക്കുന്ന റോഡ്, ഈ ടാർ ചെയ്ത ഭാഗം തമിഴ്നാടിന്റെയാണ്, ടാറിങ്ങിന്റെ ഈ വശം കേരളത്തിന്റെയാണ്. അങ്ങനെ കേരളവും തമിഴ്നാടും ഇടകലർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്പ്യാർകുന്ന്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. കാരണം റോഡിന് ഒരു വശത്ത് CPM-ഉം കോൺഗ്രസും ഒക്കെ സഖ്യത്തിലാണ്, മറുവശത്ത് CPM-ഉം കോൺഗ്രസും തമ്മിലാണ് ഏറ്റവും കടുത്ത മത്സരം. കേരള രൂപീകരണത്തിന് മുൻപ് വരെ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങളാണ് പിന്നീട് തമിഴ്നാട്ടിലായത്. താമസക്കാരിലേറെയും മലയാളികൾ. കേരളത്തിലെ രാഷ്ട്രീയമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിലും വോട്ട് തമിഴ്നാട്ടിലാണ്. ഞങ്ങൾ മലയാളികളാണ്, എന്നിരുന്നാൽ കൂടിയും ഞങ്ങളുടെ വോട്ട് തമിഴ്നാട്ടിലാണ്. നീലഗിരി ജില്ലയിലെ നെല്ലാക്കോട്ട പഞ്ചായത്തിലാണ് ഞങ്ങൾക്ക് വോട്ടുള്ളത്. കൂടുതൽ ഞങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും കേരള ന്യൂസുകളൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ കേൾക്കുകയും ആ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിവുള്ളത്. വോട്ട് തമിഴ്നാട് ഒരുപാട് സ്കൂളിൽ ആണ് ഞങ്ങളുടെ വോട്ട് നടക്കുന്നത്. ഞാൻ തമിഴ്നാട്ടുകാരനാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് തമിഴ്നാട്ടിൽ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ വോട്ടും റേഷൻ കാർഡും തമിഴ്നാട്ടിലായതിൽ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. അതിന് കാരണവുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അരി വാങ്ങാനാണെങ്കിൽ ഞങ്ങൾ സഞ്ചി കൊണ്ട് മാത്രം പോയാൽ മതി. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് റേഷൻ അരിയും സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അമ്മമാർക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് പെൻഷൻ പോലെ 1000 രൂപ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. വോട്ടില്ലെങ്കിലും അതിർത്തിക്കപ്പുറത്തുള്ളവരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇപ്പുറത്തേക്ക് എത്തും. അവിടെ കൈകോർത്ത് നിൽക്കുന്ന CPM-ഉം കോൺഗ്രസും തമ്മിലാണ് ഇപ്പുറത്തെ മത്സരമെന്നത് മറ്റൊരു കൗതുകം. കേരളത്തിൻ്റെ ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് അവരുടെ പാർട്ടി ആൾക്കാർക്ക് വന്ന് സഹകരിക്കുന്നുണ്ട്. അപ്പുറം ഒരുമിച്ച് ഇപ്പുറം വേറെ വേറെ, അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അവിടെ ഇവിടെ ഒരേ സമയം അല്ലാത്ത വരുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ അവർ കൂടെ ഞങ്ങൾക്ക് ഈ വീട് കയറിയുള്ള വർക്കിനൊക്കെ അവർ കൂടാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയി കൂടാറുണ്ട്. വയനാട്ടിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ നെന്മേനിയുടെ ഭാഗമാണ് അതിർത്തിയിലെ ഗ്രാമങ്ങൾ. വികസനം അതിർത്തിയിലേക്ക് എത്തുന്നില്ലെന്ന് എല്ലാ പാർട്ടിക്കാർക്കും പരാതിയുണ്ട്. ചീരാൽ ആസ്ഥാനമായി പുതിയ പഞ്ചായത്ത് എന്ന ആവശ്യം നടപ്പായുമില്ല. നെന്മേനി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ പ്രധാനപ്പെട്ട പഞ്ചായത്താണ് നെന്മേനി പഞ്ചായത്ത്. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പഞ്ചായത്ത് വിഭജനമാണ്. നെന്മേനി പഞ്ചായത്ത് ഉപയോഗിച്ച് ചീരാൽ പഞ്ചായത്ത് രൂപീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ആദ്യം എടുക്കുകയും അതിനാവശ്യമായ ഓഫീസിനുള്ള കെട്ടിടങ്ങൾ പോലും ചീരാലിൽ പണിയെടുപ്പിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് ഗവൺമെൻറ് സാമ്പത്തിക പ്രതിസന്ധി എന്ന ഒരു കാരണത്താൽ ആ പഞ്ചായത്ത് വിഭജനം മാറ്റിവെച്ചിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.